പാർലമെന്റ് ഇലക്ഷന് വേണ്ടി ചെമ്പൂര് സ്ഥാപിച്ച ഫ്ലക്സ് മോഷ്ടിച്ചതായി പരാതി. ഉമ്മൻചാണ്ടി കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ പ്രചരണാർത്ഥം ഉമ്മൻചാണ്ടിയുടെയും ശശി തരൂരിന്റെയും ഫോട്ടോ പതിപ്പിച്ച 14:8 അളവിലുള്ള ഫ്ലക്സ് ബോർഡ് ചെമ്പൂർ കരിക്കോട്ടുകുഴി ജംഗ്ഷനിലാണ് സ്ഥാപിച്ചിരുന്നത്. പട്ടിക കോൽ ഫ്രെയിമിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഫ്ലക്സ് മാത്രമാണ് കീറിയെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതി ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ ഉമ്മൻചാണ്ടി കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് രാജന്റെ നേതൃത്വത്തിൽ നൽകി. ചെമ്പൂര് ജംഗ്ഷനിൽ ഉമ്മൻചാണ്ടി വെൽഫെയർ അസോസിയേഷൻ കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരിക്കോട്ടുകുഴി എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഏറെ ബഹുമാനായ ഡോക്ടർ ശശി തരൂർ അവരുടെയും ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി. ആ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിന് ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധം അതിനെ നശിപ്പിക്കുകയും അതിനെ കീറി കൊണ്ടുപോവുകയും ഉള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം ചെമ്പൂര് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പരാതി ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ഉണ്ടായി. പക്ഷേ പ്രതികളെ ഉത്തമമായി ബോധ്യമുണ്ടായിരുന്നിട്ട് പോലും പോലീസ് തൊട്ടടുത്തുള്ള CCTV ദൃശ്യം പരിശോധിച്ച് പ്രതികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നിയമപരമായ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാണുന്നില്ല. 2 ദിവസത്തിനകത്ത് ഇതിന്റെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആര്യങ്കോട് പോലീസ് സ്റ്റേഷൻ പണിക്കൽ ഉമ്മൻചാണ്ടി കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ ധർണ പരിപാടി സംഘടിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങളുടെ ഉമ്മൻചാണ്ടി കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ശക്തമായ സമര പരിപാടികളുമായി എത്രയും വേഗം പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു സൂചന മാത്രമാണ് ഇത് എന്ന് കണക്കാക്കുക.